നമസ്കാരം, ഒമാൻ കാളിങ്ങിലേക്ക് സ്വാഗതം. ഒമാൻ കാളിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മസ്കറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ഒരാളെ നിങ്ങൾക്കൂടെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ശ്രീമതി രേഖ പ്രേം. കട്ടൻ ടോക്സ് എന്ന പേരിൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ ഒരു ഇൻട്രാക്ഷൻ എല്ലാ ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു വനിതയാണ്. മാത്രമല്ല മസ്കറ്റ് മലയാളീസ് തുടങ്ങി മസ്കറ്റിലെ അല്ലെങ്കിൽ ഒമാനിലെ ഒരു സാംസ്കാരിക പ്രവർത്തകയും കൂടെയാണ്. സ്വാഗതം. താങ്ക് യു. ഒത്തിരി വർഷമായി നമ്മൾ പരിചയപ്പെട്ടിട്ട്. ആ സമയത്ത് മസ്കറ്റ് മലയാളീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സാംസ്കാരിക കൂട്ടായ്മകളുടെ ഭാഗമാണ്. ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ പുതിയ നെച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കട്ടൻ ടോക്സ് എവിടം വരെ എത്തി നിൽക്കുന്നു? കട്ടൻ ടോക്സ് ഞാൻ ആക്ച്വലി ജാനുവരി 1-ാം തീയതി നമ്മൾ ചില റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലോ. അതിന്റെ ഭാഗമായിട്ട് 2023 ജാനുവരി 1-ന് ഒരു റെസൊല്യൂഷൻ എടുത്തതാണ് ഡിസംബർ 31 വരെ എല്ലാ ദിവസവും വീഡിയോ ഇടുക എന്നുള്ളത്. ചുമ്മാ ഒരു ദിവസം നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങിയതാ. അപ്പം ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വാർത്തകൾ അധികം കാണാതെ പോകുന്ന വലിയ വലിയ വാർത്തകളുണ്ടാവും, നമ്മുടെ മെയിൻ മീഡിയ ശ്രദ്ധിക്കാതെ പോകുന്നത്. അങ്ങനെ ഒരെണ്ണം പിക്ക് ചെയ്ത് എല്ലാ ദിവസവും ഇടുകയായിരുന്നു. ദൈവം സഹായിച്ച് 1-2 ദിവസം ഒഴിച്ച് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ബാക്കി എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് എനിക്ക് എന്നെ തന്നെ ഒരുപാട് എന്തൊക്കെയോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ കട്ടൻ ടോക്സ് എന്ന് പേരിട്ട് പാലിന് ക്ഷാമം ഉണ്ടായിരുന്നു? അതല്ല, നമ്മളൊരു കട്ടൻ ഏത് സമയത്തും കുടിക്കാം. ഒരു യാത്രയുടെ ഇടയ്ക്ക് കുടിക്കാം, രാവിലെ കുടിക്കാം, നമുക്കൊരു ഉന്മേഷം. അത്ര ഉദ്ദേശം. കട്ടൻ ടോക്സും ഒരു ഉന്മേഷം തന്നെയാണ് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഉന്മേഷത്തിന് റിസൾട്ട്, പ്രതികരണങ്ങൾ എങ്ങനെയുണ്ട്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, വെറുതെ ഇരുന്ന് പൈസ വാങ്ങുന്ന ഒരാളെ കുറിച്ച്. അതെനിക്ക് ഒന്ന് ഒരു 10 ലക്ഷത്തിന് മേലെ പോയിട്ടുണ്ട്. ഒത്തിരി ഗ്രൂപ്പ്സിലൊക്കെ സർക്കുലേറ്റ് ആയി. ആൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് വെറുതെ ഇരിക്കലാണ് അയാളുടെ പാഷൻ. ഒരു കൊറിയനിൽ കണ്ടുള്ള ഒരാൾ. അപ്പോൾ പുള്ളി ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇടുന്നു, ഞാൻ വെറുതെ ഇരിക്കാൻ റെഡിയാണ്, എൻ്റെ 1 മണിക്കൂറിന് ഇത്ര സമയം, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംസാരിക്കാനോ വേറെ ഒന്നും പുള്ളി ചെയ്യത്തില്ല. ആളങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് $70 പെർ അവറൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2700-ലധികം ക്ലയൻസ് ആയി. പേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ യാത്ര പോകുന്ന സമയത്ത് ട്രെയിനിൽ വേവ് ചെയ്യാനായിട്ട് ഇയാളെ വിളിച്ച ആൾക്കാരുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് എന്നെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തു, ഞങ്ങൾ വെറുതെ ഇരിക്കാൻ റെഡിയാണ്. അതല്ല, അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഈ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ അബദ്ധങ്ങൾ വിളിച്ച് പറഞ്ഞ് മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ ഇത്ര കാശ് തരാന്ന് പറഞ്ഞാൽ അത് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. ഒരു സിനിമക്കാരൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഈ പറഞ്ഞ പിന്നെ എന്താണ് റിവ്യൂ ബോംബിങ് എന്നൊക്കെ പറഞ്ഞ് ശല്യം ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ എല്ലാവരും ഡെയിലി കിടന്ന് വിഷമിക്കുന്നല്ലോ. നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ഒരു ദിവസത്തേക്ക് ഉമ്മാതിരി കാശ് തരാം. പക്ഷെ ഇതിനകത്ത് വേറൊരു മെയിൻ കാര്യം, ഇന്ന് വർത്താനം പറയാൻ ആളില്ലെന്നുള്ളത് കൊണ്ടാണ് ഈ കാശ് കൊടുത്ത ആളെ സംസാരിക്കാൻ വിളിക്കാനുള്ളൊരു സമൂഹം ഉണ്ടെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ്. അപ്പോൾ ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തു, റിട്ടയർ ആയാലും, ഒരു മാഡം ഞങ്ങൾ വെറുതെ ഇരിക്കുക. ഞാൻ ഒരാൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ പോസ്റ്റ് പോലും ഇട്ടു, ഞാൻ റെഡിയാണ് നിങ്ങൾ കമ്പാനിയൻഷിപ്പ് തരാൻ, നിങ്ങൾ 1 മണിക്കൂറിന് കിട്ടുന്ന പൈസ തന്നാൽ. ആ ഉദ്ദേശം അല്ല കേട്ടോ, ഇദ്ദേഹം അതല്ല. അതെ, കറക്റ്റാണ്. അപ്പം അങ്ങനെ യാത്ര പോകാനൊക്കെ കൂട്ടിന് അങ്ങനെ കട്ടൻ ടോക്സിൽ കൂടെ ഒരുപാട് നിരവധി ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു. ഇല്ല, പുള്ളിയുടെ പാഷൻ, പുള്ളി ഓഫീസിൽ പോകുമായിരുന്നു, വെറുതെ ഇരിക്കുമായിരുന്നു. ആ പാഷൻ കണ്ടെത്തി കാശുണ്ടാക്കുന്നു. അതാണ് റേഷനും കിട്ടുന്നുണ്ട്. അതെ അതെ. അതുപോലെ തന്നെ അറിയാത്ത പലരും പരിചയപ്പെടാനും അങ്ങനെയുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മൾ അറിയാതെ പല മേഖലകളിൽ, പല ഏരിയാസിൽ, ആർട്ടിലായാലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിൽ അവർ ആ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചുകൊണ്ടിരുന്ന കുഴി എന്ന് പറയുന്നുണ്ടല്ലോ. പല സ്ഥലത്ത് കുഴിച്ചാൽ കുറച്ചല്ലേ കുഴിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ കുഴിച്ച് അങ്ങ് ആഴങ്ങളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ സാധിക്കുന്നു. അവരെയൊക്കെ കട്ടൻ ടോക്സിൽ കൂടെ പരിചയപ്പെടുത്തണം, അതാണ് ആഗ്രഹം. അങ്ങോട്ട് ഞാൻ പിടിക്കാനിരുന്ന ഒരാളാണ് രഞ്ജിത്ത്. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട്, നമുക്ക് ഇന്നിപ്പം പല സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടല്ലോ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വീഡിയോ അവിടെ നിന്നുള്ളത് പിടിച്ച് നമുക്ക് ഇങ്ങോട്ട് എടുത്തു തരുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മസ്കറ്റ് മലയാളീസിന്റെ ഒരു കൂട്ടായ്മ അതിപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മളെല്ലാവരും മലയാളീസും മസ്കറ്റും ഒക്കെ തന്നെ. ഇവിടെ മലയാളി കൂട്ടായ്മ എങ്ങനെയുണ്ട്? ഒരുപാട് കാര്യങ്ങൾ എന്നും പല സോഷ്യൽ വർക്ക്, ഹൗസ് മെയ്ഡ്സ് ആയാലും ഇത് നാട്ടിലുള്ളവർ കാണുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, ഗൾഫിലേക്ക് ചാടി വരുന്ന ആൾക്കാരോട് ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ വരിക. കാരണം നമ്മൾ എന്നും ഇതുപോലത്തെ കേസസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക.
ഹൗസ് മെയ്ഡ്സ് ആണെങ്കിലും 10, 35, 40 ആൾക്കാരൊക്കെയാണ് മിഞ്ഞാന്ന് പോലും എംബസിയുടെ മുന്നിൽ ജോലി അവിടുന്ന് പറഞ്ഞതല്ല ഇവിടെ വന്നപ്പം ഒത്തിരി ബുദ്ധിമുട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിലുള്ളവർ ശ്രദ്ധിക്കുമ്പം ഇവിടെ വരുന്നതിന് മുമ്പ് ഒന്ന് ഇന്നാണെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ റീച്ച് ചെയ്യാം. ഈ ഓഫീസ് എങ്ങനെയുണ്ട്, ഈ കമ്പനി എങ്ങനെയുണ്ട്, അല്ലേ? അപ്പം അതൊന്ന് ഇതിലൂടെ എല്ലാരും വാക്ക് കേട്ട് ചാടി പുറപ്പെടുന്നു. ഇപ്പോഴും ആട് ജീവിതങ്ങളും കോഴി ജീവിതങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ തീർച്ചയായിട്ടും അത് പലപ്പോഴും ഈ പര്യാപ്തമായ വിദ്യാഭ്യാസത്തിന്റെ കുറവ് ആയിരിക്കും പലർക്കും അതിനെ കുറിച്ച്. എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു വിഷമത്തിൽ അവിടെ 20,000 കിട്ടും എന്ന് പറഞ്ഞ് ചാടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ പറയോ ഞാൻ ഇതൊന്നും അല്ല അവിടുന്ന് പ്രതീക്ഷിച്ചത്, അടി ഇടി. എന്നാൽ ഈ മണ്ടന്മാര് 20,000-ഓ 30,000-ഓ ഒന്നല്ല, അതിൽ കൂടുതൽ നാട്ടിലുണ്ടാക്കാൻ പറ്റും. ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്തേ പറ്റൂ. അവിടെ ജോലി ചെയ്യാതെ തന്നെ കാശുണ്ടാവും. ഒത്തിരി പേരാണ് ചെറുപ്പക്കാർ പോലും വന്നിട്ട് ചേച്ചി ഞാൻ ഇവിടെ പെട്ട് എന്നെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിച്ചാൽ മതി എന്നാൽ അവിടുന്ന് കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നവരാ. നാട്ടിൽ സ്വർണം പണയം വെച്ച് കാശ് മേടിച്ച് വന്നവരായിരിക്കും. അപ്പം വരുന്നതിന് മുമ്പ് ഏത് ഗൾഫ് രാജ്യത്തേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു അക്കരെ പശയുണ്ട് അല്ലേ അവിടെ ചെന്നാൽ. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും യൂസ്ഫുള്ളി ആവാന്ന് വിചാരിച്ചിട്ടാണല്ലോ വരുന്നത് ആണ്. പക്ഷെ ഇവിടെ വന്ന് റിയാലിറ്റി ജോലി ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ട്. ഈ മലയാളിയുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. ആരെങ്കിലും വലിപ്പിച്ച് അവന്റെ പോക്കറ്റ് ഇരിക്കുന്ന കാശ് എങ്ങനെ എന്റെ കയ്യിലോട്ട് വരാം, നമ്മൾ ഉൾപ്പെടുന്ന തീർച്ചയായിട്ടും അത് പൊതു സ്വഭാവമാണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വയ്യ, പക്ഷെ കാശ് വേണം. അതിനെന്തൊക്കെ അഴിമതികളും വൃത്തികേടുകളും കാണിക്കാതെ എല്ലാവരും നേരത്തെ മുതൽ കാണിച്ചു തന്നിരിക്കുന്ന ഒരു രീതി അതാണ്. ഇനി ചില സമയം സങ്കടം വരും. പല അമ്മമാരും മക്കളെ വലിയ പിള്ളേരൊക്കെ ആയിരിക്കും, എന്നാലും ഇവിടെ ഹൗസ് മെയ്ഡായിട്ട് വന്നിട്ട് അയ്യോ മോളെ ഇവിടുന്ന് രാവിലെ ആയി കഴിഞ്ഞാൽ പാടാണ്, കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഇതാന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അമ്മമാർ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞങ്ങൾ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് കാണുന്നവരൊന്ന് അറിയുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ കാലത്ത് ഏത് സ്ഥാപനത്തിൽ എവിടെ ജോലി കിട്ടിയാലും അതിന്റെ നിജസ്ഥിതി അറിയാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. നാട്ടിൽ തന്നെ നോർക്ക പോലുള്ള സ്ഥാപനങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ എത്രയോ സാമൂഹ്യ പ്രവർത്തകർ ഓൺലൈനിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരും. അതിനൊന്നും ഒരു ക്ഷാമം ഇല്ലാത്തൊരു കാലം. അപ്പം വന്ന് പെടാതിരിക്കുക, അന്വേഷിച്ചിട്ട് വരിക ഗൾഫിലോട്ട് വരുമ്പം. അതാണ് ഇവിടെ വന്നിട്ട് മസ്കറ്റ് ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 18 വർഷം കഴിഞ്ഞു അല്ലേ? പ്രായപൂർത്തിയായി. മസ്കറ്റ് ജീവിതത്തിന് പ്രായപൂർത്തിയായിട്ടുണ്ട്. എപ്പോഴും പ്രായപൂർത്തിയ 18 നിൽക്കുക മൊത്തം സ്റ്റക്ക. നാട്ടിലെവിടെയാണ്? കണ്ണൂര്. കണ്ണൂരിനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കണ്ണൂരുകാർ ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഞങ്ങൾ ഈയിടെ ഇപ്പോൾ കണ്ണൂർ കണക്ട് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കണക്ട് എന്ന് പറഞ്ഞൊരു സംഭവം മസ്കറ്റിൽ ഇല്ലായിരുന്നു. അതിൽ ഇപ്പോൾ 1000 പേരോളം ആയിട്ടുണ്ട്. ഈ നമ്മുടെ ഈ നാട് വിടുമ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം, കൂട്ടായ്മയ്ക്ക് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നത് നാട് വിടുമ്പോഴാണ്. നാട്ടിൽ നമുക്ക് സംസാരിക്കാനായിട്ട് റിലേറ്റീവ്സായി കല്യാണത്തിന് പോകാം, നമുക്ക് മരണച്ചടങ്ങിന് പോകാം, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് പോകാം, പലർക്കും പോകാം. ഇവിടെ നമുക്ക് ഒന്നുമില്ല. നമ്മൾ രാവിലെ ജോലി നമ്മൾ മെഷീൻ പോലെയാണ്. നമ്മളിപ്പോൾ മേലെ ഒരു ഡ്രോൺ വെച്ച് ഞങ്ങളെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ പോകും. 7:30 ഇങ്ങനെ പോകും, 9 മണിക്ക് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒന്നും മാറി കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. അതാണ് നമ്മുടെ ഫാമിലി. പ്രവാസി ആയിരിക്കുന്നവർക്ക് നാട്ടിൽ കിട്ടാത്തൊരു സാധനം പറയട്ടെ, ഇവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഡെപ്ത് എനിക്ക് നാട്ടിൽ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ അത്രയും നല്ല സുഹൃത്തുക്കളാണ്. ആ ഒരു സൗഹൃദം അനുഭവിച്ച് തന്നെ അറിയണം. ഇല്ല, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളോ ഞാൻ ഒരു കോൺട്രാക്ടിങ് കമ്പനിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പറഞ്ഞ സംഭവമാണ്. ആദ്യം മുതൽ അവിടെ തന്നെയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാതെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ജോലി ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാമെന്നൊക്കെ തോന്നാറുണ്ട് സാധാരണ മലയാളികൾക്ക്. ഇല്ല, എൻ്റെ ഒരു ആഗ്രഹം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പലരും പല രീതിയിൽ യൂസ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെയാണ് ആൾക്കാർ എൻ്റെ അടുത്തും എത്തിപ്പെടാറുണ്ട്. പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മീഡിയ വഴി തന്നെ കുറേ യാത്രകൾ രഞ്ജിത്തൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി യാത്രയൊക്കെ ചെയ്യും. ജോലി കണ്ടിന്യൂസ് പോകണം എന്നില്ല, അങ്ങനെയൊക്കെയാണ് ആഗ്രഹം. ഈ പറഞ്ഞ പോലെ കണ്ണൂർ തന്നെ മൊത്തം കണ്ടു തീർക്കണം ആദ്യത്തെ. അതെ, ഞാൻ ഈ യാത്ര തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ സ്വിറ്റ്സർലൻഡിലേക്കോ തായ്ലാൻഡിലേക്കോ പോകാതെ സ്വന്തം ജില്ല ആദ്യം ഒന്ന് കാണും, അതിനുശേഷം പുറത്തേക്ക് പോകും. അതുതന്നെ അടുത്തുള്ളത് കണ്ണു തുറന്ന് കണ്ടതിന് ശേഷം പുറത്തേക്ക് പോകാന്നുള്ള. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓരോ മനുഷ്യനെയും ഇപ്പം മറ്റേ റൂമിയുടെ ഒരു ഇത് പറയുന്ന പോലെ ഓരോ മനുഷ്യനും ഒരു യൂണിവേഴ്സ് ആയിരിക്കും. അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഡ്രീംസും അവരത് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന അവരുടെ ഒരു യൂണിവേഴ്സാണ്. അതിനകത്ത് ഇറങ്ങി അവരെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും. അങ്ങനെ ഓരോ മനുഷ്യനെ കാണുക. അതെ, അത് എന്തുമാത്രം കഥകളാണ്.
അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്നു. ഇവിടെ തന്നെ ഞാൻ മുമ്പൊരിക്കൽ വരുമ്പോഴത്തേക്ക് ഞാൻ കഫറ്റേരിയ രാവിലെ താമസിക്കുന്നതിനടുത്തുള്ള കഫറ്റേരിയയിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പൊറോട്ട ഒരു ചായ, അതാണ് അദ്ദേഹം രാവിലെ കഴിക്കുന്നത്. ഈ പൊറോട്ട ചായയിൽ മുക്കി കഴിക്കും. അപ്പോൾ 2-3 ദിവസം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആ ചായ കിടക്കാൻ കഫറ്റേരിയയുടെ ഓണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അയാളുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചില്ല. ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ വിസയുടെ പ്രോബ്ലം കൊണ്ട് നാട്ടിലേക്ക് പോകാൻ വയ്യാതിരിക്കുകയാണ്. മക്കളൊക്കെ വലുതായി, കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ജോലിയും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ മക്കളൊക്കെ അവിടെ ജോലി കൊണ്ട് വലിയ വീടൊക്കെ വെച്ച് സാമ്പാർ തെറ്റാണ്. പക്ഷേ പുള്ളി ഇപ്പോഴും പൊറോട്ടയും ചായ കഴിക്കുന്നുള്ളൂ. ഇവിടെ ആ സൗകര്യമുള്ളൂ. ഒരു കാലം മുഴുക്കെ അവർക്ക് വേണ്ടി ജോലി ചെയ്തു, കുടുംബത്തിന് വേണ്ടി ജോലി, കുടുംബത്തിന് സെറ്റിലാക്കി. എന്നിട്ട് ഇവിടെ ഇപ്പോഴും പുള്ളി പൊറോട്ടയിലും ചായയിലും മുങ്ങി കിടക്കുകയാണ്. ഇത് ഈ പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മളിപ്പം പ്രവാസികളെ പലരെയും കാണുന്നുണ്ടാവും. അപ്പം ഞങ്ങളൊന്നും അത്ര ദിവസം ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഈ പത്തേമരിയിലൊക്കെ കണ്ട പോലെ 10 കിട്ടുമ്പം 8 നാട്ടിൽ അയച്ചിട്ട് ബാക്കി 5 മേടിച്ച് വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയുള്ളതാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ. നമ്മൾ ഈ ഒരു ചെറിയൊരു സമൂഹമല്ല ഈ ലേബർ ക്യാമ്പ്സിൽ. ഞങ്ങൾ ഒത്തിരി സൂസൈഡൽ പ്രോഗ്രാം, ആൻറ്റി സൂസൈഡൽ ക്യാമ്പയിൻസ് ഒക്കെ ലേബർ ക്യാമ്പിൽ 15ഓളം, പിന്നെ എംബസിയിലൊക്കെ ഈ മസ്കറ്റ് മലയാളീസ് വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, നമ്മൾ ഓരോരാളും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നാട്ടിൽ ഈ പൈസ അയക്കുന്നതും. കഷ്ടപ്പെടണമെന്ന് മാത്രമല്ല, ജോലി ചെയ്തിട്ട് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കൃത്യമായിട്ടും ജോലി ചെയ്തിട്ടാണ്. ജോലിക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക, വീഡിയോ വലിക്കാൻ പോകുകയല്ല. നാട്ടിൽ 10 മുതൽ 5 വരെ, അതിൽ 10 മണിക്ക് എന്നുള്ളത് 10:30 ചെല്ലും. 10:30 ചെന്ന് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ ചായ കുടിക്കാൻ തുടങ്ങും. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ പോലും ഇതിനകത്ത് ജോലി ചെയ്യുന്നില്ല. ഇവിടെ 7 മണി മുതൽ 7 മണി എന്ന് പറഞ്ഞാൽ കൃത്യം 12 മണിക്കൂറിൽ 1 മണിക്കൂർ ഒഴിച്ച് ബാക്കി 10-11 മണിക്കൂർ കൃത്യമായി ജോലി ചെയ്യുന്നു. മാത്രമല്ല അവനവനൊരു ഷർട്ട് പോലും മേടിക്കാതെയാണ് നാട്ടിൽ പലരും. എന്നിട്ട് നാട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഒരു കളർഫുൾ ആയിട്ടുള്ള ഷർട്ട് പുള്ളി വാങ്ങിച്ചോട്ട് പോകുന്നത്. അന്ന് ആളുകൾ കളിയാക്കുകയും ചെയ്യും, നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ. സത്യം പറഞ്ഞാൽ ആ ഷർട്ട് എയർപോർട്ടിൽ നാളെയാണ് നാട്ടിൽ പോകുന്നെങ്കിൽ തലേദിവസം മേടിച്ചതായിരിക്കും. ഒരു ബെൽറ്റ്, ഒരു ഷൂ, ഇതൊക്കെ മേടിക്കുന്ന അത് അപ്പോഴേ മേടിക്കുന്നുള്ളൂ. അതാണ്. അപ്പോൾ അറിയാതെ പോകുന്ന കഥകളാണ് പലർക്കും. അത് അവരെന്താണ്, അവർ ഈ പൊട്ടക്കിണറിലെ തവള പോലെ അവിടെ കാണുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു പോയാൽ നമ്മൾ വൈകുന്നേരം വരെ പറയും അല്ലേ. അപ്പോൾ ജീവിതങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ഓരോ ജീവിതങ്ങളും അന്വേഷിച്ചുള്ള യാത്രയാണല്ലോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറയാൻ കട്ടൻ ടോക്സ് ആയാലും ഒമാൻ കോളിങ്ങും കേരള കോളിങ്ങും ഒക്കെ ആയാലും യാത്രകൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. അതേപോലെ തന്നെ ഈ കേരള കോളിങ്ങും ഒരുപാട് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യട്ടെ. വിചാരിച്ച കാര്യങ്ങളൊക്കെ ഈ 10 വർഷം കൊണ്ട് നടക്കട്ടെ. നമുക്ക് നാളെ കാണാം.